ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചൂട് ശക്തമാകുന്നു. അസാധാരണമായി താപനില ഉയർന്നതോടെ ഡൽഹിയിൽ യെല്ലോ അലർട്ടും രാജസ്ഥാനിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. താപനില ഉയരുന്നതിനൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വായു ഗുണനിലവാരവും മോശമാവുകയാണ്. ഇന്നു മുതൽ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താപനിലയിൽ അസാധാരണമായ മാറ്റമാണ് സംഭവിക്കുന്നത്. ചൂട് കടുത്തതോടെ നേത്രരോഗങ്ങളിലും വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ശരീരത്തിൽ നിന്നും ജലാംശം ധാരാളമായി നഷ്ടപ്പെട്ട് തലകറക്കം, ഛർദി തുടങ്ങിയവയ്ക്ക് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ഡൽഹിയിലെ ആരോഗ്യ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവരും ഗർഭിണികളും കുട്ടികളും പ്രത്യേക കരുതൽ സ്വീകരിക്കണം. ഏറെ നേരം തുറസായ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ജോലികൾ ഒഴിവാക്കണം. നിർജ്ജലീകരണം തടയുവാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകി. താപനില ഉയരുന്നതിനൊപ്പം ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വായു മലിനീകരണവും വർദ്ധിക്കുകയാണ്. ഇതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും കൂടുന്നതായി മെഡിക്കൽ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് 4 മണി വരെ പുറത്തിറങ്ങാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രമാത്രം കഠിനമായ ചൂട് കാറ്റാണ് ഇപ്പോൾ വീശി തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനൊരു കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോലുള്ളവർ റോഡിലിറങ്ങിയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. ജനം, ഡൽഹി.